കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഈശോയുടെ രക്ഷാകര ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് ഞായർ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും കരുത്തു പകരുന്ന പ്രാർത്ഥനയുടെ ദിനങ്ങളാണിത്. ഈശോ പെസഹായിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുമെന്നും അവരോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ സ്വരൂപമായി ഈശോ മാറുകയാണ്. ഈശോയുടെ ഈ വലിയ രക്ഷാകര ദൗത്യം പിന്തുടരുകയാണ് ലോകത്തിൽ ഇന്ന് എല്ലാ പുരോഹിതരും. പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ തങ്ങളുടെ ജീവിതത്തെ ദിവികാരുണ്യത്തിന് മുമ്പിൽ എത്തിച്ചു വയ്ക്കുന്നതും ഈ നിമിഷമാണ്. 1866 വിശുദ്ധ ചാവറപ്പിതാവാണ് കൂനമ്മാവിൽ 40 മണി ആരാധന ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹം തന്നെയാണ് ഈശോയുടെ രക്ഷാകര ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന കുരിശിൻ്റെ വഴി നമുക്ക് വേണ്ടി മാന്നാനത്ത് നിന്നും 1838 തുടങ്ങി വയ്ക്കുന്നത്. ഇന്ന് നോമ്പുകാലത്തിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമൊക്കെ എല്ലാ ദേവാലയങ്ങളിലും കുരിശിൻ്റെ വഴിയും ഈ ദിവസങ്ങളിൽ ആരാധനയും നമ്മൾ നടത്താറുണ്ട്. ഈ പുണ്യാത്മാവിനെ പ്രത്യേകമായിട്ട് ഓർമ്മിച്ചുകൊണ്ട് ഈ വിശുദ്ധ വഴികളിൽ നടക്കുവാൻ, ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുവാൻ, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ ഈ പാദക്ഷാളനത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ സഹായിക്കട്ടെ. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുക്കുടുംബം ക്രൈസ്തവ കുടുംബങ്ങളുടെ മാതൃകയാണ്. ഈശോയും മാതാവും യൗസേപ്പ് പിതാവും. ഈശോ മറിയ യൗസേപ്പേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്തവരായിട്ട് നമ്മളിൽ ആരുമില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്നും യാത്ര പോകുന്നവർക്ക് തുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം ഈശോ മറിയ യൗസേപ്പിന് നമ്മൾ സമർപ്പിക്കുകയാണ്. അത്തരത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈശോ മറിയം യൗസേപ്പേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കുവാൻ മലയാളികളെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ 1972 ഇറങ്ങിയ മയിലാടുംകുന്ന് എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ മാഷ് ഈണമിട്ട് പി സുശീല പാടിയ അതിമനോഹരമായൊരു ഗാനമാണ്. ഈ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായി മാറുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ഗാനം കേൾക്കാം. നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് മെറിൻ. प्रार्थना केल्केणमे।
വിശുദ്ധ ചാവറപിതാവിൻ്റെ പ്രാർത്ഥനാനുഭവം ക്രൈസ്തവരായിട്ടുള്ള എല്ലാവർക്കും, ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വലിയ കരുത്താണ് പകർന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വചനപ്രഘോഷണം 1831 തന്നെ ആരംഭിച്ച അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ക്രൈസ്തവരെ പഠിപ്പിച്ചുകൊണ്ട് 1868 കുടുംബച്ചട്ടങ്ങൾ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പേരിൽ എഴുതി നൽകുകയുണ്ടായി. ഒരു കുടുംബം ഏത് ദൈവദർശനത്തോടു കൂടിയാണ്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വിശുദ്ധ ചാവറപിതാവിൻ്റെ മനോഹരമായ കൃതികൾ, ആധ്യാത്മിക കൃതികൾ, ധ്യാനസല്ലാപം, ആത്മാനുതാപം, അങ്ങനെ ഒട്ടനവധി കൃതികൾ 1855-57 കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയ ഇടയ നാടകങ്ങൾ, ഇറ്റാലിയൻ ഷെപ്പേഡ്സ് പ്ലേ അധികരിച്ചെഴുതിയ ഇടയ നാടകങ്ങളാണ് ഇന്ത്യൻ ഭാഷാ നാടക വഴിയിലെ ആദ്യ നാടകങ്ങളെന്ന് കേരള സാഹിത്യ അക്കാദമി അംഗീകരിച്ച ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ചാവറപിതാവിൻ്റെ ആത്മാനുതാപത്തിൽ അദ്ദേഹം എഴുതുന്ന വരികൾ, കാണാകേണം എന്ന കീർത്തനം, അത് ദൈവപിതാവിൻ്റെ വാത്സല്യം പുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ജീവിതത്തിലെ അത്ഭുത പ്രവൃത്തികളിലൂടെ നമ്മൾ കാണണമെന്നും ആ കണ്ടെത്തലായിരിക്കണം ഒരുവനെ ദൈവത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ പ്രേരിപ്പിക്കേണ്ടതെന്നും അവിടുന്ന് പറയുന്നു. വിശുദ്ധ ചാവറപിതാവിൻ്റെ കാണാകേണം എന്ന കീർത്തനം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകരിൽ അർജുൻ മാഷ്, നമുക്കറിയാം, MK അർജുനൻ മാഷ് ഈണമിട്ട മനോഹരമായ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായകൻ വിൽസൺ പിറവം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം. കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാധി നീക്കുവാനായി മാനുഷ നീചവേഷത്തെ ധരിച്ചൊരു മാനുഷത്രാതാവെ കാണാകേണം. മാനുഷത്രാതാവെ കാണാകേണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം.
പൊൻചുണ്ടു കൺകൾക്കു കാണാകേണം, പൊൻചുണ്ടു കൺകൾക്കു കാണാകേണം. കാരുണ്യനാഥനാം ദേവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം. മാതാപിതാക്കൾക്കു കീഴ്വഴങ്ങി പാർത്ത മാതൃകയെയും ഞാൻ കാണാകേണം. കല്യാണ പന്തലിൽ വെള്ളം വീഞ്ഞാക്കിയ കല്യാണരൂപനെ കാണാകേണം, കല്യാണരൂപനെ കാണാകേണം. കാരുണ്യനാഥനാം ദേവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം. കാരുണ്യനാഥനാം ദേവകുമാരൻ്റെ കാരുണ്യശോഭയെ കാണാകേണം, കാണാകേണം. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന 18-ാം നൂറ്റാണ്ടിന് മധ്യശതകത്തിൽ കേരളത്തിലെ വിദ്യാദാന സമ്പ്രദായം വളരെ വ്യത്യസ്തമായിരുന്നു. സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലമാണത്. താഴ്ന്ന ജാതിക്കാരൻ വിദ്യ അഭ്യസിക്കാൻ പോയാൽ, വേദമറിഞ്ഞാൽ അവൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നുള്ള പ്രമാണം നിലനിന്നിരുന്നൊരു കാലമാണ്. ആ കാലത്താണ് താഴ്ന്ന ജാതിക്കാരനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുവാൻ മേലാളന്മാർ പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വിശുദ്ധ ചാവറ പിതാവ് താഴ്ന്നവർക്കും ഉയർന്നവർക്കും ജാതിഭേദമെനി എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ മാന്നാനത്ത് 1846 മാന്നാനം സെൻറ്റ് ജോസഫ് ആശ്രമ ദേവാലയത്തോട് ചേർത്ത് ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങുന്നത്. ആ സംസ്കൃത സ്കൂളിലാണ് ഒരുമിച്ചിരുന്ന് കേരളത്തിലെ ജാതിഭേദമില്ലാതെ ആളുകൾ പഠിച്ചു തുടങ്ങിയത്. അവിടെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ സമർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് 1864 വിശുദ്ധ ചാവറ പിതാവ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളുണ്ടാകണം എന്ന ദർശനം പങ്കുവയ്ക്കുന്നത്. അന്നത്തെ വരാപ്പുഴയിലെ മെത്രാനായിരുന്ന ബർണദിനോസ് ബെച്ചിനലി മെത്രാനോട് ചേർന്നാണ് ചാവറ പിതാവ് ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിലെ സുറിയാനി ദേവാലയങ്ങളോട് ചേർന്ന് കൂടുതലായും പള്ളിക്കൂടങ്ങളുണ്ടായി. ഈ പള്ളിക്കൂടങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞ ചാവറ പിതാവ് 1864 തന്നെ അവർക്ക് ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പിൽ വരുത്തുകയാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം കേരളത്തിലെ അമ്മമാരോട് ഭക്ഷണമുണ്ടാക്കുമ്പോൾ ചോറ് വയ്ക്കുന്നതിന് മുൻപ് ഒരു പിടി അരി എടുത്ത് മാറ്റി വയ്ക്കുവാൻ പറഞ്ഞത്. പിടിയരി സമ്പ്രദായം തുടങ്ങുന്നത് അങ്ങനെയാണ്. പിടിയരിയും കെട്ടുതെങ്ങും ഒട്ടനവധി സമ്പ്രദായങ്ങളിലൂടെ സാമ്പത്തിക സമാഹരണം നടത്തിയ ചാവറ പിതാവ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പിൽ വരുത്തുകയാണ്. 1864 ചാവറ പിതാവ് ഈ ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പിൽ വരുത്തിയതിന് ശേഷം 1939 തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്യർ
ഈ ഉച്ചക്കഞ്ഞി സമ്പ്രദായം കൊണ്ടുവരുന്നത് പിന്നീട് കൊച്ചി സാമ്രാജ്യത്ത് 1949 നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഈ ദർശനങ്ങളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വിശുദ്ധ ചാവറപ്പിതാവിനെക്കുറിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി റഫീഖ് അഹമ്മദ് എഴുതിയ മനോഹരമായൊരു വരികളുണ്ട്. അറിവിനാൽ അലിവിനാൽ നീതനായവനെ. ചാവറ കുടുംബത്തിലെ ഈ പുണ്യാത്മാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാദാന വഴികളെക്കുറിച്ച് റഫീഖ് അഹമ്മദ് എഴുതിയ മനോഹരമായ ഈ ഗാനം ആലപിച്ചത് വാണി ജയറാമാണ്. CMI, CMC സന്യാസ സമൂഹങ്ങൾ, വിശുദ്ധ ചാവറപ്പിതാവ് തുടങ്ങിയ ഈ സന്യാസ സമൂഹങ്ങളുടെ സംഘാതമായ ശ്രമത്തിൽ പുറത്തിറങ്ങിയ ധ്യാനസല്ലാപം എന്ന സംഗീത ആൽബത്തിലാണ് ഈ പാട്ടുള്ളത്. ഇന്ന് നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക സെലിൻ. ഈശോയുടെ രക്ഷാകര ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ മലയാളികളായ എല്ലാ ക്രൈസ്തവരെയും എന്നും പ്രചോദിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വിശുദ്ധമായ ജീവിതങ്ങളാണ്. നമ്മുടെ മുമ്പിൽ വിശുദ്ധ മാതൃകയൊരുക്കിയ, സഹനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകിയ വിശുദ്ധ അൽഫോൻസാമയെ ഈ ദിവസം നമുക്ക് ഓർമ്മിക്കാം. സഹനം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഏറ്റെടുക്കുമ്പോൾ അത് ത്യാഗമായി മാറുന്നു എന്നും ആ ത്യാഗമാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ നേടിയ രക്ഷ നമ്മുടേതാക്കി മാറ്റുന്നത് എന്നും അൽഫോൻസാമ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ എവുഫ്രാസ്യാമ തൻ്റെ ജീവിതത്തിലെ നീണ്ട സഹന വഴികളിൽ ഒരിക്കൽ പോലും
പതറിപ്പോയിട്ടില്ല. വിശുദ്ധ ചാവറപ്പിതാവ് ഈ സഹന വഴികളെ ഒരിക്കലും ദൈവത്തിൽ നിന്നും അകലുവാനുള്ള മാർഗമായിട്ടല്ല, മറിച്ച് ദൈവ തിരുമനസ് നടക്കണം, അത് നടത്തും എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധനാണ്. ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പെസഹ വ്യാഴാഴ്ചയും വരുന്ന ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ഉത്ഥാനത്തിൻ്റെ ദിവസവും നമുക്ക് നൽകുന്നത് വലിയ കരുത്തും പ്രതീക്ഷയുമാണ്. ഈ വിശ്വാസ ആഘോഷ വഴികളിൽ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. ഉത്ഥാനത്തിൻ്റെ തിരുനാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായി മാറുന്നത് അങ്ങനെയാണ്. ഏവർക്കും ഉത്ഥാനത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാ